ഹായ് ഫ്രണ്ട്സ്, വളരെ ഈസിയായി തയ്യാറാക്കാൻ കഴിയുന്ന കുക്കീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു മുട്ടയും 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 150 ഗ്രാം ബട്ടറും 1/2 കപ്പ് പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം എടുക്കേണ്ടത്. ഇതിലേക്ക് 3.5 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായി നീഡ് ചെയ്തെടുക്കാം. ഇത് നന്നായി നീഡ് ചെയ്ത ശേഷം 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. മിനിറ്റ് കഴിയുമ്പോൾ ഈ ഡോ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയ ശേഷം പരത്തിയെടുക്കാം. ഈ കട്ടർ വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഡോ മൊത്തമായും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ വരുന്ന ഡോ എടുത്തു മാറ്റാം. ഇത് വീണ്ടും പരത്തി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്.
ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഇതെല്ലാം മാറ്റാം. മറ്റൊരു ട്രേയിലും കൂടി വയ്ക്കുന്നുണ്ട്. ഈ ബീറ്റർ വെച്ചാണ് ഇതിൽ ഡിസൈൻ കൊടുക്കുന്നത്. ഒരു ബൗളിൽ കുറച്ച് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ബീറ്റർ കൊക്കോ പൗഡറിൽ ഡിപ്പ് ചെയ്ത ശേഷം കുക്കീസിൻ്റെ സെൻറ്ററിലായി വെച്ച് കൊടുക്കാം. ഓരോന്നിലും 2 പ്രാവശ്യം കൊക്കോ പൗഡറിൽ ഡിപ്പ് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഡിസൈൻ കിട്ടും. ഓവനിലാണ് ഈ കുക്കീസ് ബേക്ക് ചെയ്യുന്നത്. ഓവനിലല്ലാതെ കുക്കീസ് എങ്ങനെയാണ് ബേക്ക് ചെയ്യേണ്ടതെന്ന് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസിൻ്റെ റെസിപ്പിയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനായി വെക്കാം. 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് 160 ഡിഗ്രിയിൽ 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കുക്കീസ് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കുക്കീസ് തണുത്ത ശേഷം പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. കുക്കീസ് എല്ലാം പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.